എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 35 വാക്യം. അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള വാക്കാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എനിക്കൊന്ന് ഇറക്കി വയ്ക്കുവാൻ, എനിക്കൊന്ന് പറയുവാൻ, എന്നെ ഒന്ന് കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അനവധി സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇയ്യോബും പറയുന്നത്, എന്റെ ഹൃദയത്തിന്റെ അകത്ത് താങ്ങാനാവുന്നതിനപ്പുറത്തുള്ള സങ്കടവും വേദനയുമുണ്ട്. എന്റെ സങ്കടങ്ങൾ ഒന്ന് കേൾക്കുവാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ എനിക്കാരുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. 41 സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ്. പ്രാണന് തുല്യം സ്നേഹിച്ച, ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുമിച്ച് നിന്നിട്ടുള്ള ആളുകൾ പോലും നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ പരമ്പരയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ എതിരാളികളായി തീരുകയും അവരോട് പോലും ഹൃദയം തുറന്ന് സംസാരിപ്പാനോ നമ്മെ കേൾക്കുവാനോ നമ്മുടെ കഷ്ടതയിൽ നമ്മോട് കൂടെ നിൽക്കുവാനോ മനസ്സില്ലാത്തവരായിത്തീരുന്നു എന്നതാണ് ലോകത്തിന്റെ സ്ഥിതി വിശേഷമെന്ന് പറയുന്നത്. റോമാലേഖനം 11 അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ സങ്കടത്തോടെ പറയുന്നൊരു പദമുണ്ട്, ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം സങ്കടത്തോടെ പറയുന്ന വാക്കുകൾക്ക് എവിടെ നിന്നും ഒരു ഉത്തരമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലു യഹോവ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പദമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവശബ്ദവും അവിടെ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് സങ്കടഭാരങ്ങൾ, വേദന നിറഞ്ഞ പശ്ചാത്തലങ്ങൾ ഒക്കെ കടന്നു വരാം. അവിടെ നമ്മോട് കൂടെയുള്ള എല്ലാവരും നമ്മെ തള്ളിക്കളയുകയും നമ്മിൽ നിന്ന് അകന്നു പോകുകയും നമ്മുടെ സങ്കടത്തിൽ ഒരാശ്വാസം പറയുകയോ ഒന്ന് ചേർന്ന് നിൽക്കുകയോ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്തില്ലെന്ന് വരാം. എന്നാൽ എല്ലാവരും നമ്മെ വിട്ടകലുമ്പോൾ, ആരും നമ്മോടുകൂടെ ഇല്ലാതെ വരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുന്നത്, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്നാണ്. സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, പണം നഷ്ടപ്പെടുമ്പോൾ, പേരും പ്രസിദ്ധിയും നഷ്ടപ്പെടുമ്പോൾ, എല്ലാവരും നമ്മെ വിട്ടു പോകുമ്പോഴും നമ്മെ വിട്ടുപോകാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ഓർപ്പിക്കുന്ന
കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. ആ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. നമ്മുടെ സങ്കടങ്ങളെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയാണുള്ളത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പകരാം. ദൈവത്തിങ്കിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.